നാട്ടിലേക്ക് പോയ ഒഴിവിലേക്കാണ് നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നത്, അറിയാലോ. 3 മാസം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും. അന്നേരം നീ എന്താ ചെയ്യുക? ഞാനിവിടുന്ന് ഇറങ്ങിത്തരാം. അത് നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി. മാസത്തിൽ 800 ദിർഹം ശമ്പളം. താമസ സൗകര്യം തൽക്കാലം നീ തന്നെ കണ്ടുപിടിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാബ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മിസ്റ്റർ സതീഷ്, പ്ലീസ് കം ഹിയർ. സർ. ഷെരീഫിന് പകരമുള്ള അപ്പോയിൻമെൻറ്റാ. ഡ്യൂട്ടി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ശരി സർ. ആ, പിന്നൊരു കാര്യം. ഇത് താൽക്കാലിക ജോലിയാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് മെച്ചപ്പെട്ട നല്ല ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഉഴന്ന് നടക്കേണ്ടി വരും. നല്ലൊരു ജോലി തലപ്പെട്ട് കിട്ടിയാൽ ഉടൻ ജോയിൻ ചെയ്യണം. ഇവിടെ 3 മാസം തേക്കണല്ലോ എന്ന് കരുതി നീട്ടിക്കൊണ്ടു പോകരുത്. ആ, പോയിക്കോളൂ. നമ്മുടെ ഷെരീഫിന് പകരമുള്ള പുതിയ അപ്പോയിൻമെന്റാ. എന്താ പേര്? അബ്ദുറൌഫ്. ശരി. നാട്ടിലെവിടെ? ചങ്ങരംകുളത്താ. ആ, അറിയാം. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? 11 മാസമായി. 11 മാസം. എന്നിട്ട് ഇതുവരെ ജോലിക്കൊന്നും കയറിയില്ല? ഫ്രീ വിസയാണോ? ജോലിയുള്ള വിസയെന്നാ ട്രാവൽസ് എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ വന്നപ്പോൾ ജോലി പോയിട്ട് കിടക്കാനൊരിടം പോലും ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെ പിടിച്ചേക്കുമെന്ന് അറിയില്ല. ഒക്കെ ശരിയാവും. ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ദുബായ് എന്താന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ റൂട്ട് ക്ലിയർ ആവും. ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ജോലി കിട്ടിയാൽ സമാധാനിക്ക്. സാധാരണ ഇവിടുന്ന് ലീവിന് പോയാൽ പകരം ആളെ വെക്കാറില്ല. അയാൾ തിരിച്ചു വരുന്നവരെ ആ ജോലി ഞങ്ങൾ തന്നെ ചെയ്യാറാണ് പതിവ്. ആട്ടെ, എത്ര ശമ്പളം പറഞ്ഞത്? 800 ദിർഹം. 800 ദിർഹം ഇവിടെ കാലിച്ചാക്ക് തികയില്ല. അത്രയ്ക്ക് വലിയ ചിലവാ ദുബായിൽ. ഏതായാലും വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഭേദാന്ന് കൂട്ടിയാൽ മതി. ഇവിടെ എവിടെയെങ്കിലും തൽക്കാലം താമസിക്കാനൊരു സ്ഥലം കിട്ടുമോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏതായാലും ജോലിക്ക് ജോയിൻ ചെയ്യേ.